സ്പാർക്ക് ജൂനിയർ മാർഷൽ ആർട്സ് അക്കാദമി മാലിപ്പുറം, മിറായ് മാർഷൽ ആർട്സ് അക്കാദമി കർത്തേടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സിബക്കൻ കരാട്ടെ ടെസ്റ്റ് കർത്തേടം സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. This news brought to you by Kalpaga Weddings, North Paravoor. സ്പാർക്ക് ജൂനിയേഴ്സ് മാർഷൽ ആർട്സ് അക്കാദമി മാലിപ്പുറത്തിന്റെയും മിറായ് മാർഷൽ ആർട്സ് അക്കാദമി കർത്തേടത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്ഥിരമായി നടത്തിവരുന്ന സിബുക്കാൻ കരാട്ടെ ടെസ്റ്റ് കർത്തേടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ചടങ്ങിൽ 6th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയ റെൻഷി സ്പാർക്ക് ഡേവിഡിനെ ഗുരുവന്ദന പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. വീട്ടിൽ നിന്ന് തന്നെ 3 പേര് വന്ന് ജോയിൻ ചെയ്ത് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് അതേപോലെ തന്നെ കരാത്തെ ക്ലാസ് ഇട്ട് ഫസ്റ്റ് മാലിപ്പുറം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പേര് തന്നെ ഇവിടെ ക്ലാസ് ഇട്ട് അതിനുശേഷം കർത്തേടം ബാങ്ക് ഓഡിറ്റോറിയം തന്നെ ഇതിൻ്റെ തന്നെ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിനകത്ത് കരാട്ടെ ക്ലാസ് രണ്ടാമത് ഇടുകയും നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കി എൻ്റെ അഭിമാനം തന്നെ നിലനിർത്താനുള്ള കഴിവുള്ള ഈ കുട്ടികളെ ഞാൻ പ്രത്യേകം 3 പേരെ നൂർജഹാൻ, മുഹമ്മദ് ഗസാലി, മുഹമ്മദ് നോഹ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ 9 വർഷമായി വൈപ്പിൻകരയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന അക്കാദമി ആരോഗ്യമുള്ളതും അച്ചടക്കമുള്ളതും വ്യക്തിത്വമുള്ളതുമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ മുന്നേറുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രോഗങ്ങളോട് വിട പറയുന്ന ആരോഗ്യകരമായ സമൂഹം സൃഷ്ടിക്കാനായി എല്ലാവരും ഒന്നിക്കണമെന്ന് അക്കാദമി പ്രതിനിധികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, കർത്തേടം. കഴിഞ്ഞ 9 വർഷമായി സമൂഹത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മാർഷൽ ആർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമവും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കുവാൻ ഇതുപോലെയുള്ള ആയോധന കലകൾ തീർച്ചയായിട്ടും കുട്ടികൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ സ്ത്രീകൾക്ക് മേലെയുള്ള അതിക്രമങ്ങൾ ഒരു പരിധിവരെ തടയിടണമെങ്കിൽ നിലവിലുള്ള കലാരൂപങ്ങളിലേക്ക് നമ്മളുടെ കുട്ടികളെ വിട്ടിട്ട് കാര്യമില്ല. സ്വയം പ്രതിരോധിക്കുകയും ആ പ്രതിരോധം നമ്മൾക്ക് എങ്ങനെ തീർക്കാമെന്നുള്ളത് കലയോ കലാരൂപങ്ങളോ കൊണ്ട് നമുക്ക് സാധ്യമാകില്ല. അത് നമ്മൾക്ക് തീർച്ചയായും ഇതുപോലെയുള്ള ആയോധന കലകൾ തീർച്ചയായും 4 വയസ്സ് മുതൽ ഏത് പ്രായം വരെ പെൺകുട്ടികളെ അഭ്യസിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു കരാട്ടെ എന്ന് പറയുന്നത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽപ്ഫുള്ളാണ്. ശാരീരികമായും മാനസികമായും അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അധികവും ഈ മൊബൈൽ അഡിക്റ്റഡാണ്. അതിനൊക്കെ എൻ്റെ മക്കളെ രക്ഷിക്കാൻ പറ്റിയത് കരാട്ടെ കലാരൂപത്തിലൂടെയാണ്. ഇവിടുത്തെ കോച്ചിങ് ആണെങ്കിൽ 3 പേരുടെ കീഴിലാണ് അഭ്യസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് എന്താ
പറയുക, ഭയങ്കര ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഒരു ഒരു സെൻസ് പഠിപ്പിക്കുന്നത് 3 പേരുടെ ശിക്ഷണത്തിൽ പഠിക്കുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. അവർക്ക് കിട്ടുന്ന ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരു അവയർനെസ്സും അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടി പഠിക്കാനായിട്ടുള്ള തെളിച്ചം, ബുദ്ധിക്ക് തെളിച്ചം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആവുന്നതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്.